സിൽക്സ്, പന്തളം. ഒരു അധ്യാപിക അല്ലെങ്കിൽ ഒരു പ്രധാന അധ്യാപിക എന്തായിരിക്കണമെന്നതിന് ഉത്തമ മാതൃകയാണ് അധ്യാപന ജോലിയിൽ നിന്ന് വിരമിക്കുന്ന മല്ലപ്പള്ളി ടൗണിൽ പ്രവർത്തിക്കുന്ന സെന്റ് മേരീസ് LP സ്കൂൾ പ്രഥമ അധ്യാപിക സാറാമ്മ തോമസ്. രാവിലെ 8:45 സ്കൂളിലെത്തുന്ന സാറാമ്മ ടീച്ചർ സ്കൂൾ തുറക്കുകയും സ്കൂൾ ശുചീകരണം നടത്തുകയും വിദ്യാർത്ഥികളുടെ ടോയ്ലറ്റ് വൃത്തിയാക്കുകയും ചെയ്യും. അപ്പോഴേക്കും വിദ്യാർത്ഥികളും അധ്യാപകരും എത്തും. തുടർന്ന് ഓരോ ദിവസത്തെയും തുടർ കാര്യങ്ങളിലേക്ക് ടീച്ചർ കടക്കും. ബെല്ലടിക്കുന്നതും പ്രാർത്ഥന, ക്ലാസുകൾ എല്ലാം നടക്കുന്നതിന് നേതൃത്വം നൽകും. ഇടയ്ക്ക് പഠിപ്പിക്കാനായി ക്ലാസ് മുറിയിലേക്ക്. ഇതിനിടെ കുട്ടികൾക്ക് ഉച്ചയാഹാരം ഉണ്ടാക്കാനുള്ള തയ്യാറെടുക്കുന്ന ചേച്ചിക്കൊപ്പം കൂടും. കുട്ടികൾക്ക് ഉച്ചയാഹാരത്തിനുള്ള ഭക്ഷണ സാധനങ്ങളായ അരിയും മറ്റ് സാധനങ്ങളും ഗ്യാസ് കുറ്റിയെടുക്കാൻ പോകുന്നതും ടീച്ചർ തന്നെ. 31 വർഷത്തെ അധ്യാപന പരിചയമാണ് എനിക്കുള്ളത്. പ്രത്യേകിച്ച് ഈ സ്കൂളിലാണെങ്കിൽ 28 വർഷം തുടർച്ചയായിട്ട് ജോലി ചെയ്യാൻ എനിക്ക് അവസരം ലഭിച്ചു. അതിൽ 23 വർഷം അധ്യാപികയായും 5 വർഷം പ്രഥമ അധ്യാപികയായും ഞാൻ ജോലി ചെയ്തു. അടുക്കടുക്കായി വെച്ചിരിക്കുന്ന അരിച്ചാക്കിൽ നിന്ന് തങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള അരിച്ചാക്ക് വലിച്ച് ഓട്ടോയിൽ കയറ്റുന്നതും ഗ്യാസ് കുറ്റി സ്കൂളിലെത്തിക്കുന്നതും സാറാമ്മ ടീച്ചർ തന്നെയാണ്. 31 വർഷങ്ങൾക്ക് മുൻപ് റാന്നി കുടമുരുട്ടി സർക്കാർ സ്കൂളിൽ നിന്ന് അധ്യാപന ജോലി ആരംഭിച്ച സാറാമ്മ ടീച്ചർ കോന്നി, ഇടമുറി സർക്കാർ സ്കൂളുകളിലും അധ്യാപികയായി പ്രവർത്തിച്ചു. തുടർന്ന് 23 വർഷം മല്ലപ്പള്ളി സെന്റ് മേരീസ് LP സ്കൂളിൽ അധ്യാപികയായും 5 വർഷം ഇവിടെ പ്രഥമ അധ്യാപികയായും സാറാമ്മ തോമസ് സേവനം അനുഷ്ഠിച്ച ശേഷമാണ് ഇപ്പോൾ തന്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കുന്നത്. ജില്ലാ മണ്ണ് സംരക്ഷണ വകുപ്പ് റിട്ടയർ ഓവർസിയർ ജോൺ കുര്യനാണ് ഭർത്താവ്. ഈ സ്കൂളിൽ പഠിച്ച ശില്പ, സിജിൻ എന്നിവർ മക്കളാണ്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട്, നാടിന് നല്ല ഹൃദയം.